ആ നമസ്കാരം സുഹൃത്തുക്കളെ. ഞങ്ങളിന്ന് തൃശ്ശൂർ ജില്ലയിലെ ചന്ദ്രാപ്പിന്നി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് 1151 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ഗ്രൗണ്ട് ഫ്ലോർ വരുന്നൊരു തറയുടെ പണി. അപ്പോൾ അതിൻ്റെ ഒരു 60-70% കഴിഞ്ഞു. ഇത് ഇന്നിവിടെ നിർത്തുകയാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ വഴി കല്ലും മണ്ണും ഇതൊക്കെ കൊണ്ടുവരാൻ പരിമിതമായൊരു വഴിയാണ്, സ്ഥലവുമാണ്. അപ്പോൾ ഇത് കണ്ടോ, ചെറിയൊരു വീതി കുറഞ്ഞ വഴിയാണ്. പിന്നെ മിറ്റൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ മണ്ണ് കൊണ്ടാക്കാൻ സ്ഥലമില്ല. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ കുറച്ച് ഭാഗം, അതായത് ഈ തറയുടെ ഇത്രയും ഏരിയ നമ്മൾ പണിത് ഒരു 3 ഇടഭിത്തികൾ, 2-3 റൂമിൻ്റെ ഇടഭിത്തികൾ ഒഴിവാക്കി പുറംഭിത്തി മാത്രം പണിത് നിർത്തുകയാണ്. എന്തിനാ വെച്ചാൽ ഇതിൽ വണ്ടിയിൽ മണ്ണ് കൊണ്ടുവന്ന് നേരെ കയറ്റി ആ റൂമുകൾ നിറച്ചതിന് ശേഷം ഇതുകൂടി പണിത് ഒരുമിച്ച് കലക്കാം. അപ്പോൾ കുറച്ചുകൂടി എളുപ്പമുണ്ട് കാര്യങ്ങൾ. അല്ലെങ്കിൽ ഒരുപാട് നമുക്ക് എന്താണ് എക്സ്പെൻസ് കൂടും, ലേബർ. കാരണം സൗകര്യമില്ല കുളമ്പ് തട്ടാൻ. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും അകവും പുറവും ഇടഭിത്തികളും പുറംഭിത്തികളും സിമെൻറ്റിൽ പണിതിട്ടുള്ള വർക്കാണ്. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇത് കൽപ്രദേശമല്ല, പൂഴിമണ്ണിൻ്റെ സ്ഥലങ്ങളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ആദ്യമേ പറഞ്ഞു, ലോക്ക് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. മണ്ണിടിച്ചിൽ വരാതെ ഇറങ്ങി നിന്ന് കല്ല് നിലം മുട്ടുന്ന രീതിയിൽ 2 സൈഡിലും ലോക്ക് ചെയ്തിട്ടാണ് തറ ചെയ്തിരിക്കുന്നത്. അത് പെട്ടെന്ന് തീരുന്നൊരു പണിയല്ല. ഒരിക്കലും ഇങ്ങനെയുള്ള മണ്ണുകളിൽ കല്ല് കൊണ്ടുവന്നിടുമ്പോൾ മേലെ നിന്ന് ഇട്ട് കഴിഞ്ഞാൽ വെള്ളം ചെല്ലുമ്പോൾ മണ്ണ് അലിയും കല്ലിരിക്കും. അങ്ങനെ വരാൻ പാടില്ല. അപ്പോൾ ഫൗണ്ടേഷൻ നല്ല സ്ട്രോങ് ആയി ചെയ്തു. ബേസ്മെൻറ്റ് നമ്മൾ 45 സെൻറ്റിമീറ്റർ ഹൈറ്റ്, 45 വീതി കണക്കിൽ തറ പണിതിരിക്കുകയാണ്. ഈ തറ പണിത ഏരിയ ഇപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ സിമെൻറ്റിൽ പണിതെങ്കിലും കൂടി പുറം ഭാഗത്ത് ഇതുപോലെ 5 ചട്ടിക്ക് 1 ചട്ടി സിമെൻറ്റ് എന്ന കണക്കിൽ ഇട്ടിട്ട് സൈഡൊക്കെ നിറച്ച് കൊടുക്കണം നന്നായിട്ട്. അപ്പോൾ ഉള്ളിൽ മണ്ണിട്ട് കളിക്കാതെ തന്നെ ഇനി ചെറിയ ഗ്യാപ്പ് ഉണ്ടെങ്കിലും പുറത്തേക്ക് വെള്ളമോ ചെളിയൊന്നും വരില്ല. സിമെൻറ്റിൽ പണിതതാണെങ്കിലും നമ്മൾ ഇതിങ്ങനെ ചെയ്ത് കളിക്കുക. കനം കുറച്ച് ഇളക്കുക. കാരണം ഇനിയൊരു തേപ്പ് കൂടി ഇതിൻ്റെ ഫൈനൽ വരും. ഇപ്പോഴല്ല, ചുമരൊക്കെ പണിത് തേച്ചിറങ്ങുന്ന ലാസ്റ്റ് തറ ഫിനിഷ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇത്രയും ഒരുപാട് കനം തറയമേ അടച്ച് കയറ്റരുത്. നൈസായിട്ട് ഒരു കോലരിപ്പാടേ വരാൻ പാടുള്ളൂ. ഇതുപോലെയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇത് ബാത്റൂമാണ്, ടോയ്ലറ്റ് ഭാഗമാണ്. ഇതിന് പൈപ്പ് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഇത്രയും ഗ്യാപ്പ് നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട്. സാധാരണ ചില ആൾക്കാർ 1 അടി 8 ഇഞ്ചൊക്കെ ഇടും. അത് പോരാ. കാരണം ഇന്ന് ഒരുപാട് സിസ്റ്റം കൂടിയ സംഭവത്തിലാണ്. അപ്പോൾ 8 ഇഞ്ചും 4 ഇഞ്ചും 2 ഇഞ്ചൊക്കെ പൈപ്പുകൾ പോകും. അപ്പോൾ ഈ ഗ്യാപ്പ് ഇത്തിരി കൂടുതൽ ഇട്ടാലേ പ്ലംബർമാർക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അല്ലെങ്കിൽ ഇവർ ഈ തറയൊക്കെ പൊളിച്ച് കളയും. അത് വരാതിരിക്കാനാണ്. അപ്പോൾ ഇത്തിരി ഫ്രീ ആയിട്ട് സാധനം വന്നാൽ അടയ്ക്കല്ലേ വേണ്ടു, പൊളിക്കുന്നതിന് നല്ലതാണ്. അപ്പോൾ എളുപ്പമുണ്ട്. ഇതിന് മേലെ 6 ഇഞ്ചിന് ബെൽറ്റ് ചെയ്യും. ഇതുപോലെയാണ് നമ്മൾ പണിയുന്നത്. ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് യാർഡ് കല്ലുകൊണ്ടാണ് പണിതിരിക്കുന്നത്. യാർഡ് കല്ലുകൊണ്ട് പണിയുമ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടും. നമ്മളക്കല്ല് ഡയറക്റ്റ് അല്ല. അപ്പോൾ നമ്മൾ ഒരുപാട് ഫിനിഷിങ് ഉണ്ടാവില്ല. ഇത് പിന്നെ സിമെൻറ്റിലാണ് ഇത് അടച്ച് കളയും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ലോക്കാണ്. നമുക്ക് പ്രധാനം ഒരുപാട് ഭംഗി ഉണ്ടാക്കല്ല, കല്ല് ലോക്ക് ചെയ്ത് സ്ട്രോങ്ങിലായിട്ട് പണിയുക എന്നുള്ളതാണ്. ചീളൊക്കെ വെച്ച് സിമെൻറ്റ് ആവശ്യത്തിന് കൊടുത്ത് ചെയ്യാമെന്നുള്ളതാണ്. ഭംഗി ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് ഗുണമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ചെയ്യാം. മേലെ കന്നം പിടിച്ചു ചൂല് കൊണ്ടൊരു ഗ്രിപ്പ് ഇട്ട് കൊടുത്തു. ഇനി അതിന് മേലെ ബെൽറ്റ് അടിക്കുമ്പോൾ നല്ല കൂട്ടിപ്പിടുത്തായിരിക്കും. ഇത് ബെഡ്റൂമാണ്. പിന്നെ ഇതിൽ നമുക്ക് ഒരു പാർട്ടീഷൻ ഒരു ഹാള് പണിയാനുണ്ട്. ഇത് ഒരു ഡൈനിങ്ങാണ്. സിറ്റ് ഔട്ടിൻ്റെ ഒരു ഭിത്തിയും കൂടി പണിയാനുണ്ട്. 3 ഭിത്തിയും കൂടി ഇനി ഇവിടെ പണിയാനുണ്ട്. അത് ഈ മണ്ണൊക്കെ വന്ന് ഇവിടെ വരെ മണ്ണെത്തും. ഇവിടെ നിന്ന് കോരിയടിക്കാൻ നിറയ്ക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമുണ്ട് കാര്യങ്ങൾ. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പണി പോകുന്നത്. കാരണം ഇവിടെ സ്ഥല സൗകര്യത്തിന് കുറവുണ്ട്. ഇപ്പോൾ ആ കാണുന്നത് അവിടെ ഒരു കുളമുണ്ട് വരും.
ഇത് നമ്മൾ വഴി പുതിയത് ഉണ്ടാക്കിയതാണ്. കാരണം ഈ വീട് പണിയണമെങ്കിൽ ഇവിടേക്ക് വഴിയില്ല. അപ്പോൾ നമ്മൾ ഇവിടെ സൈഡിൽ കുളമായിരുന്നു. അപ്പോൾ ഈ കുളത്തിനെ നമ്മൾ ചെറുതാക്കി സൈഡ് കെട്ടി 4 അടി വീതി, അടിയിൽ 4 അടി വീതിയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് 50 സെൻറ്റിമീറ്റർ കുറച്ച് സ്ലോപ്പ് ഇട്ട് 20 സെൻറ്റിമീറ്റർ സ്ലോപ്പ് ഇട്ടിട്ട് ചെയ്തതാണ് ഈ കാണുന്ന കുളത്തിന്. ഈ സൈഡിൽ ഇത് റോഡാക്കി മാറ്റി. ആ കാണുന്ന അത് 7 അടി വീതിയുള്ള വഴി, അതിലേ വണ്ടി വന്നിട്ട് വേണം നമുക്ക് സാധനങ്ങൾ എത്താൻ. അപ്പോൾ ഇത് നമ്മൾ തന്നെ ഈ കുളം കെട്ടിയെടുത്തതാണ്. ഇതുപോലെ ഇത് സ്ട്രോങ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. സിമെൻ്റ് ഇല്ലാതെ ഡ്രൈ പാക്കിങ് ചെയ്തിട്ട് സൈഡെല്ലാം അടച്ചെടുത്തതാണ്. കുറച്ച് ആ സൈഡിൽ നിന്ന് അല്ല, ഇതേപോലെ കല്ലുകൾ ഫുള്ളായിട്ട് ലോക്ക് ചെയ്തിട്ടാണ് നമ്മളിത് പണിതിരിക്കുന്നത്. ഇതിന് ബെൽറ്റും കാര്യങ്ങളൊന്നുമില്ല, സ്ട്രോങ് ചെയ്തിട്ടുണ്ട്. വണ്ടി വന്നാൽ തന്നെ തള്ളരുത്, തള്ളി പോകാത്ത ലെവലാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ്. ഇതിപ്പോൾ നമ്മൾ ചന്ദ്രാപിന്നിയിൽ തന്നെയുള്ള ശില്പി കൺസ്ട്രക്ഷൻ എന്നൊരു കമ്പനിയുടെ വർക്കാണ്. നമുക്ക് സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്. അദ്ദേഹത്തിൻ്റെ തർപ്പണികൾക്ക് നമ്മൾക്കാണ് തരുന്നത്, ഞങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം നല്ല ക്ലിയർ ആൻഡ് നീറ്റാണ്. അങ്ങനെ നന്നായി ചെയ്യണമെന്ന് ഉള്ള ഒരാളാണ്. അത് വിട്ടുവീഴ്ചയൊന്നുമില്ല. സിമെൻറ്റിലാണെങ്കിൽ പക്കയായിട്ട് ചെയ്യണം, പാക്കിംഗ് ആയാലും നന്നായി ചെയ്യണം. അതുപോലെ ചെയ്യുന്നൊരു കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ഫൗണ്ടേഷനൊക്കെ 3 അടിയോളം താത്തിയിട്ട് ചെയ്യിക്കുക. ഉറപ്പുള്ള ഏരിയയിലാണെങ്കിൽ 3 അടിയാണ്. നല്ല വീതിയിൽ നല്ലോണം കല്ല് എത്രത്തോളം പോയാലും പ്രശ്നമില്ല. ക്ലിയറായിട്ട് ചെയ്യുന്ന നിർബന്ധമുള്ള ശില്പി കൺസ്ട്രക്ഷൻ ചന്ദ്രാപിന്നിയാണ്, തൃശ്ശൂർ ജില്ലയിൽ ചന്ദ്രാപിന്നി. അവരുടെ വർക്കുകളാണ്. നമ്മൾ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ അതിൽ പെട്ടൊരു വർക്കാണ്. ഇപ്പോൾ അദ്ദേഹമാണ് നിൽക്കുന്നത്. ഞങ്ങളുടെ സാറാണ് ശില്പി കൺസ്ട്രക്ഷൻ്റെ മെയിൻ എഞ്ചിനീയറാണ്. ഇദ്ദേഹത്തിൻ്റെ കീഴിലാണ് നമ്മളിപ്പോൾ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്.